നമസ്കാരം. വീവൻ ആലുവയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വീവൻ ആലുവ വന്നിരിക്കുന്നത് ആലുവ മാർക്കറ്റിന്റെ മുന്നിലാണ് വന്നിരിക്കുന്നത്. ബീഫിന് വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ബീഫിന് വില കൂടിയിരിക്കുവാണ്. ആരാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്? ആരാണ് വില കൂട്ടിയിരിക്കുന്നത്? ഈ വ്യവസായികളുടെ, ഈ വ്യാപാരികളുടെ ആവലാതികളും വേവലാതികളും ഞങ്ങൾ മനസ്സിലാക്കുന്നു. എങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് വ്യക്തമായിട്ട് അറിയുവാൻ V1 ചാനലിന് ആഗ്രഹമുണ്ട്. V1 ചാനൽ മാർക്കറ്റിന്റെ മുന്നിലേക്ക് തന്നെ സഞ്ചരിക്കുക. ഇന്നത്തെ നമ്മുടെ വിഷയം ബീഫിന് വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആരാണ് ബീഫിന് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ അതായത് ഇവിടെ കച്ചവടം ചെയ്യുന്ന അവർക്ക് ആവലാതികളും വേവലാതികളും ഒരുപാടുണ്ട്. എന്തുകൊണ്ടാണ് ബീഫിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്? ഇത് ആരുടെ കാരണമാണ്? ആരാണ് ഉത്തരവാദികള്? വില വർദ്ധിച്ചതിന്റെ ഉത്തരവാദി? അതായത് നമ്മുടെ ബീഫിനൊക്കെ പല സ്ഥലങ്ങളിലും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതെന്താണ് ഇങ്ങനെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്? എക്സ്പോർട്ടിങ് തുടങ്ങിയൊക്കെ ഞങ്ങൾക്ക് സാധനം കിട്ടുന്നത് ഈ പല സ്ഥലങ്ങളില് പല കടകളിലും, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ V1 ആലുവ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. പല കടകളിലും പല സ്ഥലങ്ങളിലും പ്രേമദിവസം പോലെയാണ് ഈ ബീഫ് വിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആലുവ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. എന്താ അതിനെ കുറിച്ച് വ്യക്തമായിട്ട്? മാർക്കറ്റിൽ നല്ല ക്വാളിറ്റി സാധനം മാത്രമേ കൊടുക്കുള്ളൂ. അത് ഞങ്ങൾക്കറിയാലോ. ആലുവ മാർക്കറ്റിൽ വെച്ച് പ്രൗഢഗംഭീരമായിട്ട് അടിപൊളിയായിട്ടുള്ള ബാക്കി പല സ്ഥലത്ത് എങ്ങനെ ഈ ബീഫിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നതിന്റെ കാരണം ഞാൻ ചോദിക്കുന്നത്. അതായത് കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടാനുള്ള എക്സ്പോർട്ടിങ് ആടിപ്പോയാണ്. അതല്ലേ, നമ്മുടെ ഇന്ത്യന്റെ ഇറച്ചിക്ക് എവിടെ പ്രിയം കൂടുതലാ. എവിടെ കൂടുതൽ? പുറത്ത്. അല്ല, ഇവിടെ ഉള്ള ആൾക്കാർക്ക് വില കുറച്ച് കിട്ടപ്പോഴേ ഒട്ടപ്പോരെ. അപ്പൊ ഞങ്ങൾക്ക് കിട്ടണ്ടേ? ചന്തയിൽ കിട്ടുന്നേ സാധനം. ഏറെക്കുറെയൊക്കെ വിലപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പോലെ. 500 രൂപ പഠിപ്പിച്ചാണ് സാധനം. ഇവിടെ എത്ര രൂപ ശരിക്കും ഒന്ന് പറയാം? ഇവിടെ എന്താ വില? 400 രൂപ. 400 രൂപ എല്ലില്ലാണ്ട് തനി 400 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഞങ്ങൾ വെക്കുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്ന വില അനുസരിച്ചാണ് ഞങ്ങൾ സാധനങ്ങൾ വെക്കുന്നത്. വില ബോർഡ് അനുസരിച്ച് വെക്കുന്നുണ്ട്. എല്ലാം ഇറച്ചി 360 ആലുവ 400 രൂപ ഞങ്ങൾ വെക്കുന്നത്. ആലുവ മാർക്കറ്റില് 360 രൂപക്കാണ് ബീഫ് വിൽക്കുന്നത്. മുനിസിപ്പാലിറ്റി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, വളരെ പരമാർത്ഥമായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ മാർക്കറ്റില് ഇവര് വാടകയ്ക്കാണ് ഈ ബിൽഡിംഗ് എല്ലാം എടുത്തിരിക്കുന്നത്. പക്ഷെ വേണ്ടത്ര സൗകര്യങ്ങളൊന്നുമില്ല. കാരണം വെള്ളമില്ലാതെ തന്നെയാണ് ഇവരിവിടെ ഈ പരിസരം മോശമായിട്ട് കിടക്കുകയാണ്. പക്ഷെ അവരുടെ ഇവിടുത്തെ വ്യവസായികളുടെ ഒരു അപ്രാധാന്യം കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുവിധമെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെള്ളം കൊടുന്ന് കാശ് കൊടുത്ത് വെള്ളം കൊടുന്നാണ് ഇവിടെ ക്ലീൻ ചെയ്യുന്നത്. അതൊരു അവസ്ഥയിലാണ്. ഇത് മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. V1 ചാനലിന്റെ ജൈത്ര യാത്ര തുടരുന്നു. ഈ സാധനം ഞങ്ങൾ തമിഴ്നാട് പോയി വാങ്ങിക്കുമ്പോ ആ സാധനം അവിടെ 400-500 രൂപ ജീവനോട് വരും. ഈ സാധനം കൊണ്ടുവരുന്ന പാർട്ടിക്ക് ഈ ലോഡ് പിടിച്ചിട്ട് ഇവര് ഇതിലോട്ടേക്ക് മാറ്റുകയാണ്. ഈ സാധനം പിടിച്ച് കൊണ്ടുപോവുകയാണ്. പോലീസായിട്ടും കളക്ടറായിട്ടും ഒക്കെ നിന്നിട്ട് സാധനം പിടിച്ചോണ്ട് പോകണം. അവര് പറയണ ഫൈൻ അടച്ചാലാണ് സാധനം കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള ഒരു രീതി അതുണ്ട്. അല്ലാതെ ട്രാവലിംഗ് എക്സ്പെൻസും കാര്യങ്ങളുമായിട്ട് അത് ഇരട്ടി വിലയായിട്ടാണ് ഈ വന്നത്. അതാണ് ഒരുപാട് പ്രശ്നങ്ങൾ. കൂലിയായിട്ട് കൂലിച്ചെലവും കാര്യങ്ങളും അത് വേറെ വരവുണ്ട്. അതെ, ഈ രാത്രി നിന്ന് എക്സ്ട്രാ എന്ന് പണിയുന്നതിന് ഡബിൾ കൂലിയാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കൊണ്ട് ഒരു വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം വന്നത് കൊണ്ടാണ് ഈ ഇത്രയും വില കൂടാനുള്ള കാരണം. മുനിസിപ്പാലിറ്റി ടാക്സും അതും അല്ലാതെ ഇത് വേറെ. ഇവിടെ നമുക്ക് ഇത്തിരി വെള്ളം തരാനോ അതൊന്നും മുനിസിപ്പാലിറ്റി ഇല്ല. അതെല്ലാം നമ്മൾ കയ്യിൽ നിന്ന് തന്നെ കാശ് കൊടുത്തിട്ട് വേണം ചെയ്യാം. ഈ മാർക്കറ്റിൽ വെള്ളമൊന്നുമില്ല. വളരെ ഇതിന് വാടക കൊടുക്കണ്ടല്ലോ. വാടക കൊടുക്കാം. കറക്റ്റായിട്ട് മുനിസിപ്പാലിറ്റി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരിവിടെ വ്യവസായം ചെയ്ത് ഇവരുടെ നിന്ന് വാടക വാങ്ങിക്കണ്ടേ. അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഏതാ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ രീതിയിൽ തന്നെ കാര്യങ്ങളാണ്. പോട്ടെ, അടുത്ത സ്ഥലത്തേക്ക് നടത്തും. ഞങ്ങളുടെ ബീഫിന്റെ വില വർധനത്തിനെതിരെ ഞങ്ങൾ അന്വേഷണവുമായി ആലുവയിലെ വിവിധ മേഖലകളിൽ പോവുകയാണ്. അതോടൊപ്പം തന്നെ ആലുവ പെരുമ്പാവൂർ ട്രാൻസ്പോർട്ട് റൂട്ടിൽ നിന്ന് നമ്മൾ മാറമ്പള്ളി വരെ സഞ്ചരിക്കുന്നുണ്ട്. ഈ ബീഫിന്റെ വില എന്താണ് വർദ്ധിക്കുന്നതെന്നുള്ള കാരണം പല സ്ഥലങ്ങളിലും പല വിലയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് V1 ആലുവ യാത്ര തുടരുകയാണ്. വീണ്ടും നമ്മൾ വിവരങ്ങൾ അന്വേഷിക്കുവാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് V1 ആലുവ മാർക്കറ്റിൽ നിന്നും തുടങ്ങിയ യാത്ര തോട്ടുമുഖത്ത് വന്നിരിക്കുകയാണ്. എന്താണ്
ബീഫിന് വില വർദ്ധിച്ചിരിക്കുന്നത്? ആരാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്? ഒരുപാട് പ്രശ്നങ്ങൾ പറയുവാനുണ്ട് ഈ വ്യാപാരികൾക്ക്. ചേട്ടാ എവിടെയാണ് തന്നെ ചേട്ടാ, എന്താണ് ഈ വില വിവരങ്ങളൊക്കെ ഒന്ന് നീങ്ങുന്നത്? ഇവിടെ ഒരുപാട് ഇങ്ങോട്ട് കയറിയിരിക്കണം, വേറെ കാശൊന്നും എടുക്കുന്നത്. ഇതിന്റെ എന്താണ് വില വർദ്ധിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താ? ഇത് വില വർദ്ധിക്കുന്നത് കന്നാല് എക്സ്പോർട്ട് പോകണം. ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാ. അതിൽ എക്സ്പോർട്ട് പോകണം. ഞങ്ങൾക്ക് അവരോ വീട്ടില് ബിജെപിക്കാര് കന്നാല് വരുമ്പോ തടയണ്. തടഞ്ഞ് കുടിച്ചിട്ടുണ്ടാവും. എവിടെ വെച്ച് തടയാണ്? തമിഴ്നാട് വെച്ച് ബിജെപിക്കാര് തടയാണോ? ആന്ധ്രയിലും ബിജെപിക്കാര് തടയാണോ? അങ്ങനെ തന്നെയാണോ? അതെ. അപ്പൊ ഈ ശരിക്കും പറയണ്ടേ, അതുകൊണ്ടാണോ നിങ്ങളോട് വില പല രീതിയിലും ഞങ്ങൾക്ക് വില അനുസരിച്ച് കിട്ടണില്ല. കിട്ടണില്ല? ഈ 400 രൂപ വാങ്ങിച്ചിട്ട് 350 രൂപ കൊടുക്കാൻ പറ്റുമോ? അതില്ല, ഒരിക്കലും വിൽക്കാൻ പറ്റില്ല. അതൊരിക്കലും ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ ഒരുപാട് ചാനലിൽ ഞങ്ങൾ കമന്റ് വന്നിരുന്നു. ഇതിനെ കുറിച്ചൊരു പരമ്പര എന്താണ് ചെയ്യാത്തത് അതറിയാൻ വേണ്ടി റിപ്പോർട്ടർ ചാനലിലേക്ക് വന്നിട്ടുണ്ട്. ആണല്ലേ? കുത്തനെ വില കൂടുന്നു. ശരിക്കും ചെക്ക് പോസ്റ്റിലൊക്കെ നിങ്ങളെ വേട്ടയാടാണോ? ചെക്ക് പോസ്റ്റിൽ പ്രശ്നമുണ്ട്, പിന്നെ എക്സ്പോർട്ട് പോകുന്നുണ്ട്, പിന്നെ അതിന് ഇവിടെ അറക്കനുസരിച്ചുള്ള ഉത്പാദനം ഇല്ലല്ലോ. ഇവിടെ അറക്കാതെ ഉത്പാദനം ഇല്ല. ശരിക്കും നിങ്ങൾ ഓടിച്ചിട്ട് വേട്ടയാണോ? ഓടിച്ചിട്ട് വേട്ട ചെയ്യാണ് ഇത് കന്നാലി കച്ചവടം. ചേട്ടാ 2 വാക്കിന് പറഞ്ഞേട്ടാ ഈ കന്നാലി കച്ചവടക്കാർക്ക് വേണ്ടിട്ട് 2 വാക്ക് സംസാരിക്കാനായിട്ട് ഇവിടെ വേറെ പുറത്തേക്ക് ഇറങ്ങിക്കാവോ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കാവോ? ഇച്ചിരി പുറത്തേക്ക് ഇറങ്ങിയ ചേട്ടാ, എന്താണ് ചേട്ടാ ചേട്ടന് പറയാനുള്ളത്? വേട്ടയാടണമെന്ന് പറഞ്ഞില്ലേ, ഞങ്ങള് എത്ര ലോഡ് പിടിച്ചു പോയെന്ന് അറിയാമോ? ഇവര് കൊണ്ടുപോവാ, പോശാലയെ കൊണ്ടുപോയി കെട്ടാ, പോശാലയെ കൊണ്ടുപോയി കെട്ടിക്കൊണ്ട് ഇവര് ബാക്കിൽ കൂടെ എടുത്ത് വിൽക്കുക. അത് ആരാണ് ചെയ്യുന്നത്? ബിജെപിക്കാരാ? അയ്യോ മോശമല്ലേ? അങ്ങനെ ചെയ്യായോ? അപ്പൊ ഇതൊക്കെ ഇവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങനത്തെ അവസ്ഥയുണ്ടോ? കേരളത്തിന് വലിയ കുഴപ്പമില്ല. തമിഴ്നാട്, ആന്ധ്ര, കർണാടക വലിയ പ്രശ്നമാണ്. ബീഫിന് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കടകൾ ഇറങ്ങിട്ടാണ് അങ്ങോട്ട് തന്നെ. അതെ. അതുമല്ല, ഇവിടെ ലുലു ഗ്രൂപ്പിന്റെ കട്ടിങ് ഹൈദരാബാദിലുണ്ട്. അവര് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്നത്. ഫ്ലൈറ്റിൽ ജീവനത്തോടെ കൊണ്ടുവരുന്നത്. അവരാണ് പ്രശ്നം. ഇതിന്റെ പകുതി പൈസ അവള് ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന. അപ്പൊ അത് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അത് അറിയില്ല. ഇങ്ങനെ അർത്ഥത്തെ അവിടെ നിന്ന് കൊണ്ടാണെന്നുള്ളൂ. ഇത് അവിടെ നിന്നാ കൊണ്ടുവന്ന. ഇതുപോലെ ഇപ്പൊ പല ജയന്തി സ്റ്റോറുകളും ഇതൊക്കെ അവിടെ നിന്ന് വെച്ചിട്ട് അവിടെ നിന്ന് സാധനം ഈ കന്നാലികളെ ഈ വാർഡുകളെ നമ്മള് വണ്ടി കയറ്റി കൊണ്ടുവരാന്ന് വിചാരിക്കാം. അവിടെ കൊണ്ടുപോയപ്പോ ചെക്ക് പോസ്റ്റിൽ എന്താണ് അവസ്ഥ? ചെക്ക് പോസ്റ്റ് തമിഴ്നാട് കുഴപ്പമില്ല. എവിടെ പ്രശ്നം? ആന്ധ്രയിലാണ് പ്രശ്നം. ആന്ധ്രയിൽ വലിയ പ്രശ്നമാണ്. കേരളത്തിലെ പ്രശ്നങ്ങളൊന്നുമില്ല. കേരളത്തിൽ ഒരു പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോ ഇവര് മാർക്കറ്റിലേക്ക് കയറ്റിക്കൊണ്ടിരുന്ന ഈ ചെറിയ വളർത്തുകാരും കച്ചവടം. പക്ഷെ അതിപ്പോ ഒരു വലിയ ഹൈദരാബാദ് കട്ടിങ് കൊണ്ട് കൊടുക്കണം. അപ്പൊ തന്നെ അവർ ഈ പൈസ കിട്ടും. അങ്ങനെയാണ് ഈ സാധനം. അപ്പൊ അത് മാർക്കറ്റിൽ കയറണല്ല. ഈ മാർക്കറ്റിൽ കയറിയാലേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് കിട്ടിയാലേ ഇവിടെ കൂടുന്ന ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ? ഇപ്പൊ നിലവിലെ റേറ്റ് ഇപ്പൊ റേറ്റ് തന്നെയാവും ഇവിടെ. ഇപ്പൊ 400 രൂപയും പിന്നെ വേറെ റേറ്റ് ഉണ്ട്. 2 റേറ്റ് ഒന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ. മറ്റേ ഇതിനകത്ത് കിട്ടണം. എല്ലാം കൂടി അങ്ങനെ എന്നോട് കൂടി 400 380 എല്ലില്ലാതെ അല്ല. എന്നോട് കൂടി 380 രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത്. 400 രൂപക്ക് എല്ലില്ലാതെ വീണ്ടും ഞങ്ങൾ അടുത്ത കടയിലേക്ക് V1 ആലുവ ജൈത്രയാത്ര തുടരുക. പൊതുവെ വില കൂടുതലാണ്. എന്താണ് വില കൂടുതൽ? വില കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ പിടിച്ച് കഴിയുമ്പോ ഈ കാശ് കൂടുതലാണ്. ഈ വിൽപ്പനക്കാര് തന്നെ 2-3 മാറിയൊക്കെ മറിച്ചിട്ടാണ് സാധാരണക്കാർക്ക് പിന്നെ അത് 400 രൂപ അല്ലാതെ പിന്നെ അത് കുറച്ച് കൊടുക്കാൻ നമുക്ക് പറ്റൂല. പണിക്കാശ് കിട്ടുന്നത് നിലനിർത്തി കൊണ്ടുപോകണ്ടേ? ഇത് ആരോടാണ് പരാതിപ്പെടാനുള്ളത്? പരാതിപ്പെടാനുള്ളത് ഇപ്പൊ സർക്കാരെ ഇവർക്ക് നേർവഴി കൊടുക്കുക. ഇവർക്കും ജീവിക്കണല്ലേ? നിങ്ങൾക്ക് ജീവിക്കണം. ഇവിടെ വാ. ഇവിടുത്തെ അങ്ങോട്ട് വാ. പോലെ ഇവിടെ വാ. ആരോടാണ് പരാതി പറയേണ്ടത്? ആരോടാണ് ഞങ്ങൾ ഏത് വാതിൽ മുട്ടണം? ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഇറച്ചിക്കടക്കാർക്കും ജീവിക്കണ്ടേ? ബീഫ് കടക്കാർക്കും ജീവിക്കണ്ടേ? അതായത് നമ്മുടെ ഈ സർക്കാർ ഈ പറഞ്ഞവർക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്യണം ഒരു സംസാരമില്ല. ഏത് സർക്കാർ ഭരിക്കുമ്പോഴാണ് ശരിക്കും ബിസിനസ്? ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായ സമയത്ത് നമുക്ക് ഇത്തിരിയൊക്കെ ഗുണമുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു അഴിവുണ്ടായിരുന്നല്ലേ? ഇതുണ്ടായിരുന്നു. ഇവരുടെ പ്രശ്നത്തെ കുറിച്ച് എന്താണെന്നുള്ള ഒരു ചർച്ച ചെയ്യാൻ പോലും ഇവര് ഇത് ചെയ്യുന്നില്ല. ആരുമില്ല. ഒരു ഗവൺമെന്റ് ഇവിടെ ഇല്ല. നാളത്തെ എല്ലാ മാധ്യമങ്ങളിലെയും വാർത്ത ബീഫിനെ കുറിച്ചായിരിക്കണം. ബീഫിനെ കുറിച്ച്, ഇറച്ചിയെ കുറിച്ച് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുക. ഇവരുടെ ഉപജീവന മാർഗങ്ങൾ ഞങ്ങൾ അടുത്ത വേദിയിലേക്ക് പോവുകയാണ്. V1 ആലുവ അടുത്ത
കടയിലെത്തിയിരിക്കുകയാണ്. നമുക്ക് വില വിവരങ്ങളിലേക്ക് പോവാം. ചേട്ടാ, ഇവിടുത്തെ ബീഫിന്റെ വില എന്താ? ഇപ്പൊ ഞങ്ങള് 380 രൂപ വിൽക്കുന്നത്. 380 രൂപക്കാണ് വിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറയാനില്ലേ? എനിക്ക് ഒരുപാട് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടാനില്ല. സാധനം കിട്ടാനില്ല. ശരിക്കും 400 രൂപയുടെ മുകളിലാണ് വില മുട്ടി കിട്ടുന്നത്. 400 രൂപ തന്നെ. അന്ന് 350 രൂപ വെക്കണം. മിക്കവാറും അടുത്ത ആഴ്ച വല്ല 400 രൂപ ആവും. 400 രൂപ. എന്താണ് വില വർദ്ധിക്കുന്നതിന്റെ കാരണം? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തുനിന്നൊന്നും വന്നില്ല ഈ സാധനം. പുറത്തുനിന്ന് കൂടുതൽ വരാത്തതുകൊണ്ടുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് നമ്മളിത് വന്നിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ വില വർദ്ധിച്ചതിന്റെ കാരണം അറിയണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറം മറ്റേ ഇപ്പൊ കർണാടകയില് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ കർണാടകയില് BJP ഗവൺമെന്റ് ആയപ്പോ ഇത് ഉണ്ടായില്ല. അവിടെ തുടങ്ങിയോണ്ട് അവിടത്തെ നിന്ന്. പിന്നെ അങ്ങനെ ഓരോ സംസ്ഥാനത്തും ഇങ്ങനെ നിന്നു മറ്റേ ചാലു ആണുകൊണ്ടാണ് വരാത്തത് ഇങ്ങോട്ട് ബീഫ്. ഇത് ഉൽപാദനം കുറവാണ്. നിങ്ങൾക്ക് ഇവിടെ എക്സ്പോർട്ടിങ് ഇപ്പൊ അവര് വെട്ടി 300 രൂപയ്ക്ക് വട്ടം വെട്ടി പൊളിച്ച് കയറ്റി കൊടുക്കണം ഹൈദരാബാദിൽ നിന്ന്. നേരെ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒത്തും വരുമ്പോഴും മരല് ചുരുങ്ങി പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ കാളയും പശുവും ചെലവാകൂല. ഈ അസുഖങ്ങളും ഗ്യാസിന്റെ ഇവിടെ പോത്ത് മാത്രമുള്ള ഇറക്കണത്. കേട്ടില്ലേ? വില വർധനത്തിന്റെ എതിരായിട്ട് നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ ഇനി അടുത്ത കടയിലേക്ക് നമുക്ക് പോവാം. നമ്മൾ വന്നിരിക്കുന്നത് ആലുവ പെരുമ്പാവൂർ ട്രാൻസ്പോർട്ട് റൂട്ടിലെ മകളാലയം കവലയിലാണ് വന്നിരിക്കുന്നത്. ഈ മകളാലയം കവലയിൽ ഏറ്റവും കൂടുതൽ ഇറച്ചിക്കടയുള്ള സ്ഥലമാണ്. അവിടെ ഒരു കടയുണ്ട്. ഇവിടെ രണ്ടിടത്തായിട്ട് 2 കടകൾ ചെയ്യുന്നുണ്ട്. ഇവരുടെ വില അന്വേഷിച്ചുള്ള യാത്രയാണ് B1 ആലുവ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മകളാലയം കവലയിലുള്ള വില വിവരങ്ങൾ അന്വേഷിച്ചുള്ള ഇറച്ചിക്കടയിലാണ് വന്നിരിക്കുന്നത്. നമസ്കാരം. എന്താ വില ഇവിടെ? 400 രൂപ വിൽക്കുന്നത്. ഞങ്ങളെ പല സ്ഥലങ്ങളിലും പല വിലയിലാണ് ഇവിടെ ഇറച്ചി വിൽക്കുന്നത്. അതെന്താണ് കാരണമെന്നുള്ള അന്വേഷിച്ചിറങ്ങിയതാണ്. കന്നാലി വന്നില്ല. കന്നാലി 10 ലോഡ് വന്നോടത്ത് 1 ലോഡാ വന്നത്. പിന്നെ ഭയങ്കര വിലയാണ് ചെറുക്ക്. പിന്നെ അവിടെ എക്സ്പോർട്ടിംഗ് കമ്പനിയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അത് കാരണം കന്നാലി വന്നില്ല, കുറവാണ്. 500 രൂപ വില മുട്ടുണ്ട് എരിമ 400 രൂപ വിൽക്കുന്നത്. എത്ര വില ഒന്നുകൂടി പറഞ്ഞേ? എരിമറച്ചി 400, കാളറച്ചി 380. കണ്ട വില വളരെ ഇതാണ്. എല്ലാം ഒരു താരതമ്യപ്പെടുത്താണ് കൊടുക്കുന്നത്. പല സ്ഥലങ്ങളിലും പല വിലയാണെങ്കിലും പൊതുജനങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇവരും കച്ചവടക്കാരാണെങ്കിൽ തന്നെയും ഇവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ഇവിടെ സാധനം. എന്ത് കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഇറച്ചി ഇവിടെ കൊണ്ടുവരുന്നത്? ഇവിടെ ഇപ്പൊ കന്നാലി വരാത്തൊരു പ്രശ്നമുണ്ട്. ഒരുപാട് നഷ്ടങ്ങളിലാണ് കച്ചവടം പോണത്. നഷ്ടം എങ്ങനെ നഷ്ടം? ഈ ഹോട്ടൽ സപ്ലൈ അങ്ങനെയൊക്കെ വരുമ്പോ റീറ്റെയിലൊക്കെ ഭയങ്കര നഷ്ടത്തിലാണ്. അല്ല സുഹൃത്തെ, നിങ്ങൾക്ക് അവിടുന്ന് ഈ ആടുമാടുകളെ കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും തടസ്സം അവിടെ പിടിക്കേണ്ട വണ്ടി പിടിക്കേണ്ടത്. പിന്നെ അല്ലാതെ അവിടെ എക്സ്പോർട്ടിംഗ് കമ്പനി ഓപ്പൺ ആയിരുന്ന കന്നാലി വന്നില്ല. വേട്ടയാടാണ് നിങ്ങളെ. അല്ല അവിടെ ഒരു കടയിൽ കയറിയപ്പോ പറഞ്ഞു ഞങ്ങളെ അവിടെ എത്തുമ്പോ ഞങ്ങളെ ഓടിച്ചിട്ട് വേട്ടയാടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഗവൺമെന്റിനോട് എന്താ പറയാനുള്ളത്? ഗവൺമെന്റിനോട് എന്ത് പറയാനാ? ഒരു കന്നാലി പിടിക്കണം, അവിടെ പിടിക്കണ പ്രശ്നം പരിഹരിക്കും. സർക്കാരിനോട് എന്തെങ്കിലും പറയാൻ? ഈ സർക്കാരിനോട് എന്താ പറയാനുള്ളത് പറയാം. അത് കന്നാലി പിടിക്കണ പരിഹരിക്കണമെന്ന് പറയണത്. കന്നാലി പിടിക്കണ പരിഹരിക്കണം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കന്നാലി അവർക്ക് വില കുറയ്ക്കാൻ പറ്റില്ല. വില കുറയ്ക്കാൻ പറ്റില്ല. നമ്മളിത് വന്നത് ഈ വിലയാണ് വന്നത്. പറയാം. വില കൂട്ടിയേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ കന്നാലി 500 രൂപ വില മുട്ടുണ്ട് എരിമ. ആ സാധനം നമ്മൾ 400 രൂപ വിൽക്കണം. അപ്പോൾ കയ്യില് കാശ് കണ്ടമാനം നമ്മുടെ മാറിയാണ്. ഒരുപാട് നഷ്ടങ്ങളിലാണ് കച്ചവടം പോണത്. അല്ലെ പല കടക്കാരും പല പ്രശ്നങ്ങളുണ്ടല്ലേ? കന്നാലി ഭയങ്കര വിലയാണ്. പിന്നെ ഒരേ രീതിയിൽ ഓരോരുത്തർ കൊടുക്കണ്. അത് നഷ്ടപ്പെട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ 400, 450 രൂപ ജീവനോടെ വില മുട്ടുണ്ട്. ആ സാധനം 400 രൂപ വിൽക്കുന്നത്. പിന്നെ ജോലിക്കാർക്കൊക്കെ പൈസ കൊടുക്കുന്ന ഒരുപാട് പൈസ ആവുന്നുണ്ട്. പണിക്കാശ് ആണല്ലേ? ചെലവ് കൂടുതലാണ്. വരവ് കുറവാണ്. ഇവിടെ എന്ത് ശരിക്കും പറഞ്ഞാൽ എത്ര കാലങ്ങളായി ഇവിടെ? ഒരു 10 കൊല്ലമായി. ഞാൻ 10-25 കൊല്ലമായി കച്ചവടം മൊത്തത്തിൽ. ഒരുപാട് കടകൾക്ക് ഇവിടെ കൊടുക്കണ്ടല്ലേ? ഒരുപാട് ഹോട്ടൽ സപ്ലൈ ഉണ്ട്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നമ്മൾ മറ്റുള്ള കടയിൽ നിന്നും കണ്ടതിനേക്കാളും ഒരുവിധം വൃത്തിയൊക്കെ ഉണ്ടല്ലേ? അല്ല, ഈ പരിസരങ്ങളിൽ വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. പുള്ളി പ്രത്യേകിച്ച് ഒരു കലാകാരനൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അഴുക്കും കാര്യങ്ങളില്ല. അടിപൊളി
പുള്ളി ഇറച്ചി കച്ചവടം ചെയ്യാൻ വന്നെങ്കിലും ബീഫ് കച്ചവടം ചെയ്യാൻ വന്നെങ്കിലും ഈ ബീഫ് കച്ചവടക്കാരന്റെ ഹൃദയത്തിലുള്ള മനസ്സിലുണ്ട് നല്ലൊരു ഡാൻസ് മാസ്റ്ററാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ ആലുവ മേഖലകളിൽ ഇക്കാലം പേര് പറഞ്ഞു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ പൊളിച്ചടക്കും. മംഗലാലയന്റെ ഇടയില് മറ്റൊരു കടയിലാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ വില എന്താണ് ബീഫിന്റെ? 380. ഒരു വില ഉള്ളൂ ഇവിടെ. ഒരു വില എന്താണ് ഇങ്ങനെ വില കൂടിയിരിക്കാൻ കാരണം? ഇവിടെ വില കുറവാണ് ട്ടാ, മനസ്സിലായ വില കുറവാണ്. എന്താണ് ഇങ്ങനെ കാരണം? ഇതെന്താ കാരണം? മുതലാളി അങ്ങനെ വെക്കാൻ പറഞ്ഞു. മുതലാളി അല്ലേ ഇത്? അളിയനാണ് മുതലാളി. കണ്ട വിലകളെല്ലാം നമുക്ക് അടുത്ത കടയിലേക്ക് പോവാം. എല്ലാം എക്സ്പോർട്ടിങ് പോയാണ്. അതുകൊണ്ട് സാധനം വന്നില്ല. എല്ലാം 500-600 വില മുട്ടിയാണ് വന്നത്. ഒരു മിക്ക സ്ഥലത്ത് നിന്ന് കച്ചവടം നിന്ന് അടുത്ത് തന്നെ 500-600 ഇറച്ചി. ഞങ്ങൾക്ക് ഇത് 5 ഇറക്കേണ്ട സ്ഥലത്താണ് 1 2 നടക്കുന്നത്. എത്ര മിട്ടാറിനായിരിക്കും? 5 ഒക്കെ ഇറക്കും. കുറവാണ്. 2 കടയുണ്ട്. 2 കടയുണ്ടല്ലേ? അപ്പൊ ഏതായാലും മള്ളാലയം കവയിലുള്ള നടുക്ക് മള്ളാലയം പാലത്തിന്റെ നടുവശത്തുള്ള കടയിലാണ് V1 ആലുവ. അടുത്ത കടയിലേക്ക് പോവാണ്. ഞാനിപ്പോ ചാലക്ക ഒരു ഇറച്ചിക്കടയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ വില എന്താണ്? 380. എന്താണ് ഇങ്ങനെ വില ഒരുപാട് കൂടുതലാണോ? വില കൂടുതൽ സാധനത്തിന് വില കൂടുതൽ. എങ്ങനെയാണ് അത്? നിങ്ങളെ പ്രശ്നങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ്? സാധനങ്ങൾക്ക് വില കൂടുതൽ, അതുകൊണ്ട് പോത്തിന് വില കൂടുതലാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയാനുണ്ടോ? പൊതുജനങ്ങളോട് പറയാനുണ്ടോ? മറ്റുള്ളവരോട് പറയാനുണ്ടോ? എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാം? നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ഇത് തന്നെ. സാധനം കിട്ടുന്നത് വില കൂടുതലാണ്. സാധനം കിട്ടണമെങ്കിൽ വില കൂടുതൽ. എവിടെ മുതലാണ് ഇത് വില കൂടി വന്നേക്കണത്? ഇതിപ്പോ ഇവിടെ പെരുമ്പാവൂര് വില കൂടിയതാണ്. ഇവിടെ 380 രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത്. പല സ്ഥലങ്ങളിലും പല വില അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. അത് എന്താണെന്ന് വെച്ച കാരണം ഇപ്പൊ ഞങ്ങള് 2-3 കടകളിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാരണമാണ്. പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ വില വർദ്ധിക്കലാണ്. ഈ ഇറച്ചിക്കടക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇറച്ചിക്കടകൾ മിക്കതും പൂട്ടിപ്പോവാൻ കാരണം അവർക്ക് താങ്ങാൻ പറ്റുന്നതിന്റെ കൂടുതലാണ് വിലകൾ. നല്ല പോത്തിനെ കിട്ടണമെങ്കിൽ ഒരു 400 രൂപയുടെ മുകളിൽ കിലോന് വരും. ഇത് നടത്തിക്കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടാണ്, ഒരുപാട് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഒരുപാട് കടകളൊക്കെ അവിടെ അടച്ച് പൂട്ടിയിരിക്കുന്നത് അല്ലെ? മിക്ക കടകളും അടച്ച് പൂട്ടിയിരിക്കാണ് അല്ലേ? വേറൊന്നും പറയാനില്ല അല്ലെ? അപ്പൊ പൊതുജനങ്ങള് ശ്രദ്ധിക്കുക. ഇത് പരാതി ആരോടാണ് പറയേണ്ടത്? പരാതി ഇപ്പൊ സർക്കാരാണ് തീരുമാനിക്കുന്നത്. സർക്കാരോടാണ് ഇവര് പരാതി പറയുന്നത്. ഇവരുടെ ഈ പരാതിക്ക് ശാശ്വതമായുള്ള പരിഹാരം കാണും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ അടുത്ത കടയിലേക്ക് V1 ആലുവ. ആലുവ പെരുമ്പാവൂർ ട്രാൻസ്പോർട്ട് റൂട്ടിന് കുന്നുവഴിയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ വില ഇവിടെ ഇപ്പൊ 380 വിൽക്കണേ. 380 കുറവാണ്. ഇപ്പൊ കുറച്ചാണ് ഇപ്പൊ വിൽക്കുന്നത്. എല്ലായിടത്തും 400 രൂപ. പെരുമ്പാവൂർ മാത്രമാണ് ഇപ്പൊ ഈ താങ്കൾ 380 രൂപ. എന്തുകൊണ്ടാണ് ഈ വില ഇങ്ങനെ വർദ്ധിച്ചത്? വർദ്ധിച്ചിരിക്കുന്നത് BJP-ക്കാരുടെ ശല്യമാണ്. ഏറ്റവും കൂടുതൽ ശല്യം BJP-ക്കാരെയാണ്. ഞങ്ങൾ ലോഡ് അവിടെ പോകുമ്പോൾ അവിടെ തടക്കും. അവർ കൊണ്ടു കഴിഞ്ഞാൽ ലോഡ് ഞങ്ങളെ പോകുന്ന പ്രശ്നമില്ല. ഒരു ലോഡ് ഇപ്പൊ 10-30 ലക്ഷം രൂപയാണ് അവിടെ പിടിച്ചോണ്ട് പോണത്. 30 ലക്ഷം രൂപ ഞങ്ങൾ ഒരാൾ ഒറ്റക്ക് പോണത്. അത് ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ പിന്നെ ഞങ്ങൾക്ക് ലോഡ് ഞങ്ങളെ പോലെയാണ് അവിടെ പെരുമാറി എത്തൂല സാധനം. അത് മഹാരാഷ്ട്രയിൽ വെച്ചാൽ അധികം ഏറ്റവും കൂടുതൽ കേരളത്തിൽ കുഴപ്പമില്ല. കേരളം തമിഴ്നാട് അത്ര കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെയാണോ പലയിടങ്ങളിലും വില കൂടിയിരിക്കുന്നത്. ഇനി ഇത് 400 രൂപ കിട്ടിയിട്ടും ഞങ്ങൾക്ക് മോലൊക്കെ രൂപ 10,000 ഇപ്പോൾ 5,000 നടത്തേക്കണേ. 2 നടത്തേക്ക് 5,000-10,000 പോകും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഓരോടത്ത് ചുരുക്കാണ്, കച്ചവടം ചുരുക്കാണ്. അപ്പൊ ജനങ്ങൾ ഇറച്ചി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഇറച്ചി കിട്ടാനില്ല. അതുകൊണ്ട് തന്നെയാണ് പല കടകളും പൂട്ടിപ്പോയിട്ടിരിക്കുന്നത്. താങ്ങാൻ പറ്റില്ല. ഡെയിലി 10,000-15,000 വെച്ച് നഷ്ടത്തിലാണ് പോയിട്ടിരിക്കുന്നത്. പൈസ ബുദ്ധിമുട്ടുണ്ട്. പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം മാനിച്ചാണ് ഞങ്ങൾ ബീഫിന് വില വർദ്ധിച്ചിരിക്കുകയാണ്. പലയിടങ്ങളിലും പല വിലയിലാണ് സംഭവം കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചത്. ഇവിടെ ഞങ്ങളിപ്പോ 370-350 കൊടുക്കുന്നത്. 370 കാള 370 എരുമ 350 കൊടുക്കുന്നത്. ഞങ്ങൾ ആലുവ മാർക്കറ്റിൽ നിന്ന് തുടങ്ങിയ രാവിലെ. ആലുവ മാർക്കറ്റ് വഴി ഞങ്ങൾ ഇവിടം വരെ എത്തി. പല സ്ഥലങ്ങളിലും പല വിലയിലാണ്, പല റേറ്റിലാണ് കാര്യങ്ങൾ. ഇതിപ്പോ ഇങ്ങനെ മുമ്പോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒരുപാട് ദിവസം പോകില്ല. എല്ലാം നിർത്തിപ്പോണ്ട് വരും. എല്ലാ പട്ടണാവസ്ഥയിലാണ്. നമ്മളിപ്പോ എന്ത് സാധനം മേടിക്കാൻ ചെന്നാലും എല്ലാ സാധനത്തിനും വിലയാണ്. ഇത് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാ സാധനത്തിനും വിലയാണ്. ബീഫിന്റെ മാത്രം നമ്മൾ ബീഫിന്റെ കാര്യങ്ങൾ മാത്രം ബീഫ് ഞങ്ങൾ ലോഡ് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കണേ. മുന്നോട്ട് പോകാൻ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് വില ഇങ്ങനെ പ്രശ്നമാണ്. അപ്പൊ പൊതുജനങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇവരുടെ അവസ്ഥ മനസ്സിലാക്കുക. ഇവരുടെ
ഈ സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ ആര് ശ്രമിക്കണം? അത് സർക്കാർ ശ്രമിക്കണം. സർക്കാർ നിങ്ങൾക്കൊരു പിന്തുണയായിട്ട് വന്നാൽ മാത്രമാണ് ഇവർക്ക് മുന്നോട്ടുള്ള ഇവരുടെ ഈ സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും ഈ സ്ഥാപനങ്ങൾ ഇറച്ചിക്കടകൾ പൂട്ടി ഇട്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. V1 ചാനലിനു വേണ്ടി ക്യാമറമാൻ അദ്നാനൊപ്പം വിനോദ് ചാക്യാർ, കുന്നുവഴി.